എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഏജൻസി സജീവമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ്. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഇഡിയെ ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ ശക്തമാണ്. ഇതിനിടെയും അഴിമതിക്കാരുടെ പണം വലിയ തോതിലാണ് ഇഡി കണ്ടുകെട്ടുന്നത് എന്നാണ് വ്യക്തമാകുന്ന കാര്യം. കള്ളപ്പണ കേസുകളിൽ ഇഡി 2 പതിറ്റാണ്ടിനിടെ കണ്ടുകെട്ടിയത് 1.54 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. രാജ്യത്തെ വിവിധ കോടതികളിലായി 1739 കുറ്റപത്രങ്ങളും സമർപ്പിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തെ ഇഡി കേസുകളുടെ എണ്ണം കുത്തനെ ഉയർന്നു. കഴിഞ്ഞ വർഷം മാത്രം 30,000 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി ഇഡിയുടെ വാർഷിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കണ്ടുകെട്ടലുകളിൽ ഒരു വർഷത്തിനിടെ 141% വർധനയുണ്ടായി. അതേസമയം അറസ്റ്റുകളിൽ 21% കുറവുണ്ടായി. 2024-25 സാമ്പത്തിക വർഷം 30 കേസുകളിലായി കണ്ടുകെട്ടിയ 15,261 കോടി രൂപയുടെ സ്വത്ത് ഇരകൾക്ക് തിരിച്ചു നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ ഏജൻസി എന്ന നിലയിൽ ഇഡി നിലവിൽ വന്നത് 1956 മെയ് 1-നാണ്. ആദ്യകാലത്ത് വിദേശ നാണയ നിയന്ത്രണ ചട്ടത്തിന്റെ ലംഘനം മാത്രം അന്വേഷിക്കാൻ ചുമതലയുള്ള ഏജൻസിയായിരുന്നു. ഫെറ പിന്നീട് വിദേശ നാണ്യ വിനിമയ ചട്ടമായി. എന്നാൽ 2002-ൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം വന്നതോടെ ഇഡിയുടെ അധികാരങ്ങൾ വിശാലമായി.